ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സ്വപ്നം മനസ്സിൽ കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇതുപോലൊരു ചായ മോതി കുടിച്ച് ആ സ്വപ്ന വഴികളിലൂടെ നടക്കാൻ കൂടി വേണ്ടിയുള്ളതാണ്. ഇന്ത്യയുടെ അതിർവരമ്പുകൾ എന്നും എനിക്കൊരു വിസ്മയമായിരുന്നു. കുട്ടിക്കാലത്ത് ഒരു ചിത്രകാരി അല്ലാതിരുന്നിട്ടും ആ അതിർത്തിയുടെ വരമ്പുകൾ ഒരുപാട് തവണ വരച്ച് വരച്ച് തളർന്ന് ഒടുവിൽ മനഃപ്പാടമാക്കിയപ്പോൾ കരുതിയില്ല ഞാൻ ആ വരമ്പുകളിലൂടെയൊക്കെ ഇങ്ങനെ ഒരിക്കൽ നടക്കാൻ പറ്റുമെന്ന്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കഴിഞ്ഞ്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കഴിഞ്ഞ് ഇന്ത്യ ചൈന ബോർഡറിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു മൗണ്ടൻ പാസേജാണിത്. സിക്കിമിൻ്റെ ക്യാപിറ്റലായ ഗാങ്ടോക്കിൽ നിന്നും ഏകദേശം 57 കിലോമീറ്റർ സഞ്ചരിച്ച് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 14,140 ഫീറ്റ് ഹൈറ്റിലുള്ള ഈ നാഥുല പാസിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യ ചൈന ബോർഡർ എന്ന് പറയുന്നതിന് പകരം ഇന്ത്യ ടിബറ്റ് ബോർഡർ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ ടിബറ്റിനെ ചൈന പിടിച്ചെടുത്ത് അവരുടെ ഭാഗമാക്കി. അപ്പോൾ പിന്നെ ചൈന ബോർഡർ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹിമാലയത്തിലെ ഡോങ്ക്യ റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഈ നാഥുലയുടെ മീനിങ് നിങ്ങൾക്കറിയോ? ആക്ച്വലി ഈ നാഥുല എന്നത് ഒരു ടിബറ്റൻ വേർഡാണത്രേ. നാഥു മീൻസ് ലിസണിങ് ഇയേഴ്സ്, ലാ മീൻസ് പാസ്, അതായത് ചുരം. അപ്പം നാഥുല എന്ന് പറഞ്ഞാൽ ദി പാസ് ഓഫ് ലിസണിങ് ഇയേഴ്സ്, അതായത് ചുരത്തിൻ്റെ ശ്രദ്ധിക്കുന്ന ചെവികൾ എന്നാണ് അർത്ഥം. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ടിബറ്റൻസ് പണ്ട് വാണിജ്യപരമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ വഴി ഉപയോഗിച്ചായിരുന്നു. അതായത് അവിടുന്ന് തുണികൾ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ ടിബറ്റൻ ടീ, അതിനെല്ലാം ഉപരിയായിട്ട് ഇന്ത്യയിലെ മതപരവും സാംസ്കാരികപരവുമായിട്ടുള്ള പൈതൃകങ്ങൾ പഠിക്കാൻ വരുന്ന ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇതുവഴിയാണ് വന്നുകൊണ്ടിരുന്നത് പണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്നും ടിബറ്റിലേക്ക് ബുദ്ധിസം പടർന്നു പിടിക്കാൻ കാരണമായതിന് ഈ നാഥുല പാസിന് വലിയൊരു സ്ഥാനമുണ്ട്. ഫ്ലാഗ് കഴിഞ്ഞ് അപ്പുറം കാണുന്ന ബിൽഡിങ്ങൊക്കെ ചൈനയുടേതാണ്. ഒരു ഇരുമ്പ് വേലിക്കപ്പുറം ചൈനയുടെ ലെറ്റേഴ്സൊക്കെ കാണാം. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഉള്ളിലേക്ക് പോയി. ഇത് അവരുടെ മെയിൽ എക്സ്ചേഞ്ച് സെൻറ്റർ എന്തോ ആണ്. അപ്പോൾ ഈ ഒരു വേലിക്കപ്പുറം കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചൈനയായി. അപ്പോൾ നമ്മളൊരു വിസയും ഒന്നും ഇല്ലാതെ ചൈന കാണുകയാണ്. ഇപ്പോൾ ഈ അതിർത്തിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം സ്ട്രിക്ട്ലി നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫോണൊക്കെ ചൈന നെറ്റ്വർക്കിൻ്റെ റേഞ്ച് കാണിക്കാൻ തുടങ്ങി. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. തണുത്ത കാറ്റും മഞ്ഞു പെയ്യുന്ന വഴികളും മഞ്ഞു മൂടിയ പർവ്വതനിരകളും മേഘങ്ങളെ തൊടുന്ന വഴികളും, ശരിക്കും നാഥുല പാസിലേക്കുള്ള യാത്ര മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. ഈ അതിർവരമ്പുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഭൂപടം അറിയാതെ മനസ്സിൽ വരുമായിരുന്നു. ഒപ്പം ഭാരതീയനായിട്ട് ജനിച്ചതിൽ അഭിമാനവും സന്തോഷവും കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ചില നിമിഷങ്ങളിൽ. ഇനി ബാക്കി വിശേഷങ്ങൾ ഒരു ചായ കുടിച്ചിട്ടായാലോ? ചായ എന്ന് പറഞ്ഞാൽ വെറും ചായ അല്ല കേട്ടോ, ഹിമാലയൻ ചായ. അത് ഹിമാലയക്കാർ മാത്രം ഉണ്ടാക്കുന്ന ഒരു സീക്രട്ട് ചായയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി അതിലേക്ക് ഒരു നുള്ളി കസൂരി മേത്തി ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം എടുത്തു. ഇനി അതിലേക്ക് 1 ഗ്ലാസ് പാല് വേണം. അപ്പോൾ 1 ഗ്ലാസ് പാലെടുത്തിട്ട് അതൊന്ന് തിളക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കുക. ഈ സീക്രട്ട് റെസിപ്പി സിക്കിമിലെ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തിളക്കുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് 1/2 സ്പൂൺ ചായപ്പൊടി. അതിപ്പം ഓരോരോ ചായപ്പൊടിക്ക് അനുസരിച്ചിരിക്കും, അതറിയാലോ നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ ഇടുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. സിമ്മിൽ വെച്ചിട്ട് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചേർക്കേണ്ടത് നിങ്ങൾ പറ? അതന്നെ, അതെ, പഞ്ചസാര. ഇത് പഞ്ചസാരയല്ലേ? അല്ല, പഞ്ചസാരയല്ല ചേർക്കേണ്ടത്, ഉപ്പാണ് ചേർക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യത്തിന് ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുക. ഇതിൽ പഞ്ചസാര ചേർക്കാറില്ല. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ള ചായയാണ് ഇവരുടെ സീക്രട്ട് ചായ.
ഇനിയൊന്ന് സിമ്മ് കൂട്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരരിപ്പയിലൂടെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ അരിച്ചെടുത്തിട്ട് കപ്പിലേക്ക് ഒഴിച്ചാൽ അടിപൊളി ഹിമാലയൻ ചായ റെഡിയായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എപ്പോഴും ഒരേ ചായ തന്നെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ആവശ്യമല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ.